നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സന്നിധാനത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയത് ആരാണ്? കോസ്റ്റ് ഗാർഡ് എന്ന് കേരള പോലീസ് പറയുന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും സംശയമുണ്ടോ? കോസ്റ്റ് ഗാർഡിന്റെ മറവിൽ മറ്റാരെങ്കിലുമാണോ ശബരിമലയ്ക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തിയത്? കേരള പോലീസ് ശബരിമല വിഷയത്തിൽ കാണിക്കുന്ന ജാഗ്രതയിൽ നിന്നാണ് ഇത്രയും ചോദ്യങ്ങൾ ഉയരുന്നത്. ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന് തൊട്ടു മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവത്തിൽ പോലീസും ദേവസ്വം ബോർഡും തമ്മിലുണ്ടായ പൊരിഞ്ഞ പോര് പോലും വകവയ്ക്കാതെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും DGP S ശ്രീജിത്തും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വ്യാഴാഴ്ച ശബരിമല ക്ഷേത്രത്തിന് മുകളിൽ പറന്നത് 2024 ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നീ അതീവ സുരക്ഷാ മേഖലകളിലെ ആകാശ നിരീക്ഷണത്തിന് പോലീസിന് മാത്രമായിരിക്കും അധികാരമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. മറ്റേതെങ്കിലും സുരക്ഷാ ഏജൻസി ഈ മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തണമെങ്കിൽ കേരള പോലീസിന്റെ DGP തലത്തിൽ അറിയിക്കണം. എന്നാൽ വ്യാഴാഴ്ച ഹെലികോപ്റ്റർ പറന്നത് DGPയോ ശബരിമലയുടെ ചുമതലയുള്ള ADGP S ശ്രീജിത്തോ അറിഞ്ഞില്ല എന്നുള്ളതും സംഭവത്തെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ A DGPയിൽ നിന്നും റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവം ഗുരുതര പിഴവെന്നാണ് ADGP S ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നം മൂലമാണ് താഴ്ന്നു പറന്നതെന്ന വിശദീകരണം തൃപ്തികരമല്ലെന്നും അപകടകരമായ നടപടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു സർക്കാർ സംവിധാനത്തിന്റെ കോപ്റ്ററാണ് പറന്നതെങ്കിൽ പോലീസ് ഇത്രയധികം ആവേശം കാണിക്കേണ്ടതില്ല. ക്ഷേത്രത്തിന് 5 മീറ്റർ ഉയരം വരെ ഹെലികോപ്റ്റർ എത്തിയെന്നാണ് നിഗമനം. ഹെലികോപ്റ്റർ ഉള്ളവർ ചിത്രങ്ങൾ എടുത്തതായും സംശയമുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്കാണ് ADGP റിപ്പോർട്ട് നൽകിയത്. ഇത് ഹൈക്കോടതിക്ക് കൈമാറും. വിഷയത്തിൽ എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്ന് വിശദീകരണം തേടും. വിശദമായ അന്വേഷണത്തിന് പത്തനംതിട്ട SP ചുമതലപ്പെടുത്തി. വിഷയത്തിൽ പമ്പ പോലീസ് കേസെടുത്തിരുന്നു. അതീവ സുരക്ഷാ മേഖലയിൽ പൊതുസുരക്ഷയെ ബാധിക്കും വിധം ഹെലികോപ്റ്റർ പറത്തിയതിന് പൈലറ്റിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കേരള പോലീസ് ആക്ട് 118 പ്രകാരം 10,000 രൂപ പിഴയും 3 വർഷം തടവും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പമ്പ പോലീസ് ചുമത്തിയത്. കൊടിമരവും കെട്ടിടങ്ങളുമുള്ള ഭാഗത്ത് അപകടകരമായാണ് ഹെലികോപ്റ്റർ പറന്നതെന്നാണ് വിലയിരുത്തൽ. അതീവ സുരക്ഷാ മേഖലയുടെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തിയ കാര്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. അന്തരീക്ഷം മേഘാവൃതമായതിനെ തുടർന്ന് ദിശ തെറ്റിയതിനാലാണ് താഴ്ന്നു പറന്നതെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി ഓഫീസ് വിശദീകരിച്ചത്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവത്തിൽ സുരക്ഷാ പ്രശ്നമുള്ളതായി തോന്നുന്നില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കോപ്റ്റർ പറന്നപ്പോൾ തന്നെ വിവരം ലഭിച്ചെന്നും സാങ്കേതിക പ്രശ്നം കോസ്റ്റ് ഗാർഡ് വിളിച്ചറിയിച്ചെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സന്നിധാനത്തിന് മുകളിൽ ഇത് ആദ്യമായുണ്ടായ ഹെലികോപ്റ്റർ സാന്നിധ്യം വലിയ വിവാദമായി തുടരുന്നതിനിടെയാണ് ദേവസ്വം പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. അതേസമയം സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നതിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയുടെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തിയത് അതീവ ഗൗരവതരമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്നത്. കൊടിമരത്തിന് 5 അടി മുകളിലായി 4 വട്ടം പതിയെ പറന്നു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെ ചിത്രങ്ങൾ പകർത്തിയെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് കണ്ടാണ് ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം മേഖലകളിൽ ഡ്രോണുകൾ പോലും അനുവദനീയമല്ല. VVIPകളുമായി നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് പോലും മുൻകൂർ അനുമതി വേണം. ഈ സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ആണെങ്കിൽ പോലും ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലെത്തിയത് അതീവ ഗൗരവം എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ADGP ശ്രീജിത്ത് നൽകുന്ന അന്വേഷണ റിപ്പോർട്ടും കോടതിക്ക് കൈമാറും. അനുമതിയില്ലാതെ സുരക്ഷാ മേഖലയിൽ കടന്നുകയറി പരിഭ്രാന്തി പരത്തിയതിന് സന്നിധാനത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴി വാങ്ങി പമ്പ പോലീസും കേസെടുത്തു. ഹെലികോപ്റ്റർ പതിവ് നിരീക്ഷണത്തിൽ ഇറങ്ങിയതാണ്. അന്തരീക്ഷം മേഘാവൃതമായതിനാൽ ദിശ തെറ്റി സന്നിധാനത്തിന് മുകളിലെത്തി. സാങ്കേതിക പിഴവാണ് ഉണ്ടായത്. ഇതാണ് സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. എന്നാൽ പെരിയാർ കടുവ സങ്കേതത്തിന് ഉള്ളിൽ ആണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അവിടെ ശ്രീകോവിലിനോട് ചേർന്ന് കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം നടത്തേണ്ട സാഹചര്യം എന്താണ് എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
ഇതിൽ പോലീസ് അപകടകരമായ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഹെലികോപ്റ്റർ ദിശ തെറ്റി പറന്നതാണെങ്കിൽ എന്തിനാണ് ശബരിമലയുടെ ചിത്രങ്ങൾ പകർത്തിയത്? ഇത്തരത്തിൽ ചിത്രം പകർത്തുവാനുള്ള അനുവാദം ഒരു ഉദ്യോഗസ്ഥർക്കും സർക്കാർ നൽകിയിട്ടില്ല. ഹെലികോപ്റ്ററുകൾ വഴി തെറ്റിയെത്താനുള്ള സ്ഥലമല്ല ശബരിമല. തീരസംരക്ഷണ സേനയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു ജോലിയും നിർവഹിക്കാനില്ല. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അന്വേഷണത്തിന് നേതൃത്വം നൽകും. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അനുമതിയില്ലാതെ ഹെലികോപ്റ്റർ എങ്ങനെ എത്തി എന്നതിനെ കുറിച്ചും വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൈലറ്റുമാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയുള്ള വിശദമായ അന്വേഷണമാണ് ആവശ്യം. സംസ്ഥാന ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സംരക്ഷണ മേഖലയാണ് ശബരിമല. ഏതെങ്കിലും ഘട്ടത്തിൽ നിരീക്ഷണം ആവശ്യമാണെങ്കിൽ കളക്ടർ അറിയിക്കേണ്ടതാണ്. ഈ ഭാഗത്തെ അവസാന ഹെലിപാഡ് നിലയ്ക്കലാണ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ കെ ജയകുമാറിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് അഡീഷണൽ DGP S ശ്രീജിത്ത് ഹൈക്കോടതിക്കും ഉന്നത പോലീസ് മേധാവികൾക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ സംഭവത്തിന്റെ ആഴം വ്യക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കോസ്റ്റ് ഗാർഡിനെ പോലെ ഒരു സുരക്ഷാ ഏജൻസി ഇത്തരമൊരു വീഴ്ച വരുത്തില്ലെന്ന വിശ്വാസത്തിലാണ് കേരള പോലീസ്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ശബരിമല ഒരു പ്രത്യേക സുരക്ഷാ മേഖലയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെ പ്രത്യേക സുരക്ഷാ മേഖലയാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും ശബരിമലയെ പ്രത്യേക സുരക്ഷാ മേഖലയായാണ് കരുതുന്നത്. 24 മണിക്കൂറും ശബരിമലയ്ക്ക് ചുറ്റും സംസ്ഥാന ഏജൻസികൾ നിരീക്ഷണം നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരം ഒരു പാളിച്ച സംഭവിച്ചതിലാണ് സംസ്ഥാന പോലീസിന് അത്ഭുതം. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതി വിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് ഹെലികോപ്റ്റർ വിവാദം എത്തിയത്. കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഇക്കഴിഞ്ഞ 2 സിറ്റിംഗുകളിൽ ഉണ്ടായ നിരീക്ഷണങ്ങളിൽ നിന്ന് റിസൾട്ട് വ്യക്തമാണ്. ശബരിമല കേസ് സുപ്രീം കോടതി തള്ളും. യുവതീ പ്രവേശനം അനുവദിക്കില്ല. സാങ്കേതിക കാര്യങ്ങളുടെ പേരിലായിരിക്കും അപ്പീൽ തള്ളുക. ഇതിന് കോപ്റ്റർ വിവാദവുമായി ബന്ധമുണ്ടോ? കേരളം തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത കർശന നിലപാടിന് കേരളത്തിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ശബരിമല യുവതീ പ്രവേശന കേസിലും നിർണായക ചോദ്യവുമായി ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് BV നാഗരത്ന രംഗത്തെത്തിയതും കഴിഞ്ഞ ദിവസമാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധമില്ലാത്തവരും അയ്യപ്പ ഭക്തർ അല്ലാത്തവരുമായുള്ള ആവശ്യം എന്തിനാണ് പരിഗണിച്ചതെന്ന് ജസ്റ്റിസ് നാഗരത്ന കീഴ്ക്കോടതികളോട് ആരാഞ്ഞു. യുവതീ പ്രവേശനം ആവശ്യപ്പെട്ട് അയ്യപ്പ ഭക്തരായ ആരും കോടതിയെ സമീപിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് വിശദീകരിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിൽ മുമ്പാകെ സോളിസിറ്റർ ജനറൽ വാദം ഉന്നയിക്കുമ്പോഴാണ് നിർണായക ചോദ്യവുമായി ജസ്റ്റിസ് നാഗരത്ന രംഗത്തെത്തിയത്. യുവതീ പ്രവേശനം ആവശ്യവുമായി ഏതെങ്കിലും വ്യക്തി സിവിൽ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ കോടതിയിൽ നിന്ന് ഉയരുന്ന ആദ്യ ചോദ്യം നിങ്ങൾക്ക് കേസുമായുള്ള ബന്ധം എന്താണെന്നായിരിക്കും. ബന്ധം വിശദീകരിക്കാനായില്ലെങ്കിൽ അപ്പോൾ തന്നെ കേസ് തള്ളുമെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. അയ്യപ്പ ഭക്തരായ ആരുമല്ല ശബരിമല യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചതെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം കണക്കിലെടുത്തിരുന്നുവെങ്കിൽ 2006 തന്നെ കേസ് തള്ളിയേനെ എന്നും 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു. എന്നാൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഉൾപ്പെടെ ഈ വിഷയം പരിഗണിച്ച ശേഷമാണ് വിഷയം വിശാല ബെഞ്ചിന് വിട്ടതെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ജഡ്ജിമാരുടെ നിരീക്ഷണത്തോട് യോജിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തനിക്ക് കോടതിയെ സമർപ്പിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. താൻ അങ്ങനെ സമീപിച്ചാൽ അതിനുള്ള അവകാശം തനിക്ക് എന്താണെന്ന് കോടതി ആരായുമെന്നും തുഷാർ മേത്ത പറഞ്ഞു. പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചതെന്നും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സംഘടനയ്ക്ക് ശബരിമലയെക്കുറിച്ച് അറിയില്ലെന്നും കേന്ദ്ര സർക്കാർ എഴുതി നൽകിയ വാദത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയെ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കോടതികൾക്കില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഒരു മതവിഭാഗത്തിൽ പരിഷ്കരണം കൊണ്ടുവരാനുള്ള അവകാശം ഭരണഘടനയുടെ 25(1) അനുച്ഛേദ പ്രകാരം വ്യക്തികൾക്കില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. 9 അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് 2019 കേന്ദ്ര സർക്കാർ തങ്ങളുടെ വാദം തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാകും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്റെ വാദം ഉന്നയിക്കുകയെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. യുവതീ പ്രവേശന വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെടാൻ കേന്ദ്രം മുന്നോട്ട്
മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ്. ലോകത്തെ വിവിധ കോടതികളും മതാചാരങ്ങൾ സംബന്ധിച്ച് വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കോടതികൾ മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കരുതെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. മതം, മതവിഭാഗങ്ങൾ എന്നിവ സംബന്ധിച്ച് നിർവചനം നൽകാൻ കോടതികൾക്കാകില്ല. ഒരു മതാചാരം അനുവക്ഷണീയമായ മതാചാരമാണോ എന്നത് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല. മറിച്ച് ആ മതവിഭാഗം ആത്മാർത്ഥമായ ആചാരം പിന്തുടരുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ. ശിരൂർ മഠം കേസിൽ ഇക്കാര്യം ഭരണഘടനാ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര നിലപാട്. ഇതാണ് ജസ്റ്റിസ് നാഗരത്നയുടെ നിലപാട് മാറ്റത്തിന് കാരണം. മൗലിക അവകാശങ്ങൾ സന്തുലിതമാക്കുക എന്നതായിരിക്കണം കോടതികളുടെ നിലപാട്. ഒന്നിനു മുകളിൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കുക എന്നതായിരിക്കരുതെന്നും സർക്കാർ കോടതിയിൽ വാദിക്കും. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ പ്രകാരം ഹിന്ദുമത വിശ്വാസികൾക്ക് മതാചാരങ്ങൾ, ആരാധന രീതികൾ എന്നിവയിൽ ലഭിക്കുന്ന അവകാശങ്ങൾ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരമുള്ള ലിംഗസമത്വവുമായി പരിശോധന പാടില്ലെന്ന സുപ്രധാന നിലപാടും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ഹിന്ദുമതത്തിന്റെ പല ആരാധനാലയങ്ങളിലും ഇത്തരം ചില പ്രത്യേകതകൾ ഉള്ള കാര്യം കേന്ദ്രം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും. കേരളത്തിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കാവിലെ നാരി പൂജ, പുഷ്കറിലെ ബ്രഹ്മ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ എന്നിവയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരമുള്ള അവകാശങ്ങൾ മതത്തിന് മാത്രമല്ല മതവിഭാഗങ്ങൾക്ക് കൂടി ഉള്ളതാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കും. മതാചാരങ്ങളിലെ മാറ്റവും പരിഷ്കാരങ്ങളും കൊണ്ടുവരാനുള്ള അധികാരം സമൂഹത്തിനും നിയമനിർമ്മാണ സഭയ്ക്കും ആണെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിക്കും. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഇതിന് വിപരീതമായിട്ടാണ് ഇടതുമുന്നണി സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത്. എല്ലാ മതങ്ങളിലും സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത. പുരാതന കാലത്ത് വേരൂന്നിയ പാരമ്പര്യങ്ങളിൽ പലതും ലിംഗസമത്വത്തിന്റെ ആധുനിക നിലപാടുകളുമായി യോജിക്കുന്നതുമല്ല. ജനാധിപത്യ സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങൾ പോലും പിന്നീട് സ്ത്രീവിരുദ്ധം എന്ന് കണ്ടു തിരുത്തപ്പെട്ടവയാണ്. ഇക്കാര്യത്തിൽ ഹിന്ദു മതം മാത്രമാണ് നന്നാകാൻ ഉള്ളത് എന്നാണ് CPM ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നത്. ഏതായാലും രാജ്യത്തെ പരമോന്നത നീതിപീഠം കേസ് പരിഗണിക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ മലയിൽ എത്തിയതാണ് അത്ഭുതം. അതിൽ പോലീസ് പിടിമുറുക്കുമ്പോൾ അത്ഭുതം വർദ്ധിക്കുന്നു.